നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും ജനജീവിതം സാധാരണ നിലയിൽ. ഓഫീസുകൾ ഉൾപ്പെടെ പതിവ് പോലെ പ്രവർത്തിച്ചു. വിമാന സർവീസുകളെ പ്രതിസന്ധി ബാധിച്ചില്ല. എന്നും സമാധാനത്തിനായി മുന്നിൽ നിൽക്കുന്ന GCCയിലെ പ്രധാന രാജ്യങ്ങളിലൊന്നായ ഖത്തറിന്റെ തലസ്ഥാന നഗരിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന വാർത്ത ഇന്നലെ വൈകിട്ട് അല്പം ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ സംഭവിച്ച ആക്രമണത്തിന്റെ സമാന രീതിയിലുള്ള വാർത്തകളായിരുന്നു എങ്ങും. അല്പസമയത്തിനകം ഖത്തർ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുവെങ്കിലും എന്താണ് സംഭവിച്ചതെന്നറിയാത്ത പരിഭ്രാന്തിയിലായിരുന്നു ഇവിടെയുള്ള സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ആശങ്ക ഇരട്ടിയാക്കി. പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തനിമ ബാധിക്കാതെ വിഷയം കൈകാര്യം ചെയ്യാൻ രാജ്യത്തിനായി. ഓഫീസുകൾ ഉൾപ്പെടെ പതിവ് പോലെ ഇന്നും പ്രവർത്തിച്ചു. നമുക്ക് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭയാശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആ രീതിയിലുള്ള ഒരു പ്രയാസവും ഇവിടെയില്ല. സാധാരണ ജനജീവിതം തന്നെയാണ് ഇവിടെ. എല്ലാ ദിവസവും ഉള്ളതുപോലുള്ള ജനജീവിതം ഇന്നും തുടർന്നിട്ടുണ്ട്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഇതുവരെ അനിഷ്ട സംഭവങ്ങളോ വേറെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വിമാന സർവീസുകളെയും വിഷയം ബാധിച്ചില്ല. ഖത്തർ എയർവേസിന്റെ അടക്കം സർവീസുകൾ സാധാരണ നിലയിൽ തുടരുന്നതായി വിമാന കമ്പനികളും വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും പ്രവർത്തനങ്ങളിൽ യാതൊരു തടസ്സവും സംഭവിച്ചിട്ടില്ല എന്നുമായിരുന്നു ഖത്തർ എയർലൈൻ അറിയിച്ചത്. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കഴിവ് തന്നെയാണ് ഖത്തർ എന്ന ഈ കൊച്ചു രാജ്യത്തെ വേറിട്ടതാക്കുന്നത്. അത് അന്വർത്ഥമാക്കുന്നതായിരുന്നു രാജ്യം നേരിട്ട ഈ പ്രതിസന്ധിയും. 24 ദുബായ്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ പിന്തുണച്ച അറബ് ലോകം. UAE പ്രസിഡന്റ് ദോഹയിൽ നേരിട്ടെത്തി ഖത്തറിന് ഐക്യദാർഢ്യം അറിയിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നാളെ ഖത്തറിലെത്തും. ജോർഡാനും ഖത്തറിന് പിന്തുണ അറിയിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നേതാക്കൾ നേരിട്ട് ഖത്തറിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തറിൽ എത്തിയത്. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം അറിയിച്ചു. ഖത്തർ അമീർ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി UAE പ്രസിഡന്റിനെ സ്വീകരിച്ചു. UAE പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, UAE ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. സൗഹൃദ രാഷ്ട്രമായ ഖത്തറിനൊപ്പം പൂർണ്ണ ഹൃദയത്തോടെ നിലകൊള്ളുന്നുവെന്നും ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള വഞ്ചനാപരമായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്നലെ തന്നെ UAE വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ജോർദാൻ കിരീടാവകാശി ഹുസൈനും ഖത്തറിലെത്തിയിട്ടുണ്ട്. നാളെ സൗദി കിരീടാവകാശി ഖത്തറിലെത്തും. അതിനിടെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനാംഗമടക്കം 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലഖ്വിയ സേനാംഗം ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസാരി, മൗമിൻ ജവാദ് ഹസൂന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ലഖ്വിയയിൽ ലാൻസ് കോർപ്പിലാണ് കൊല്ലപ്പെട്ട ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസാരി. ആക്രമണശേഷം നടത്തിയ അന്വേഷണത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടതായി വ്യക്തമായത് എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഖത്തർ വ്യക്തമാക്കി. 24 ദുബായ്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെ ബാധിക്കുമെന്ന് റിപ്പോർട്ട്. അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന സുരക്ഷാ വാഗ്ദാനം ഇനിയും വിശ്വസിക്കാനാകില്ല എന്ന വിലയിരുത്തലുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം അമേരിക്കയുമായുള്ള അറബ് രാജ്യങ്ങളുടെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സൂചന. അമേരിക്കയുടെ അറിവും അനുമതിയുമില്ലാതെ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തില്ലെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. ഈ സൈനിക താവളത്തിന് നേരെ ഹമാസിന്റെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ട്. അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്ന അമേരിക്കയെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്നാണ് പല രാജ്യങ്ങളുടെയും നിലപാട്. ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് പിന്തുണ നൽകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കൂടെ നിർത്തുന്നതോടൊപ്പം അറബ് രാജ്യങ്ങളെയും കൂടെ നിർത്താനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് എത്രമാത്രം വിജയം കാണുമെന്ന് കണ്ടറിയണം. ജലീൽ കണമകലം, 24 ജിദ്ദ. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുള്ള ആക്രമണത്തെ മോദി അപലപിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു.
തീരവയുദ്ധത്തിൽ ഇന്ത്യക്ക് വഴങ്ങുന്നുവെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്ത്യയെ തല്ലിയും തലോടിയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ഇന്നലെ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുകയാണെന്ന ട്രംപിന്റെ പ്രതികരണം. അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളെന്നും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. വ്യാപാര ചർച്ചകൾ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വഴിയൊരുക്കുമെന്നും മോദി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. റഷ്യക്കെതിരെ 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത്. യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയോ വരുന്ന ആഴ്ചയിലോ പുടിനുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എലോൺ മസ്കിനെ വെട്ടി ലാരി എല്ലിസൺ ലോകത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായി. എലോൺ മസ്കിന്റെ 1 വർഷം നീണ്ട കുത്തക തകർത്താണ് എല്ലിസൺ 1ാം സ്ഥാനത്തുന്നത്. നിലവിൽ ലാരി എല്ലിസണിന്റെ ആകെ ആസ്തി $393 ബില്യൺ. അതേസമയം മസ്കിന്റെ ആസ്തി $385 ബില്യൺ ആണെന്നാണ് ബിസിനസ് മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2021 ആമസോണിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് എലോൺ മസ്ക് ആദ്യമായി ലോക ധനികനാകുന്നത്. കഴിഞ്ഞ വർഷം വീണ്ടും തിരിച്ചുപിടിച്ച 1ാം സ്ഥാനം കഴിഞ്ഞ 300 ദിവസങ്ങളിലായി മസ്ക് ആർക്കും വിട്ടുകൊടുത്തിരുന്നില്ല. 81 വയസ്സുകാരനായ എല്ലിസൺ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഒറക്കിൾ കോർപ്പറേഷൻ ബോർഡ് ചെയർമാനും ചീഫ് ടെക്നോളജിക്കൽ ഓഫീസറുമാണ്. ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങളിൽ സമസ്ത മുശാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ തള്ളി സമസ്ത നേതൃത്വം. സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുചെല്ലുന്ന പ്രസ്താവനകൾ സമസ്തയുടെ നയമല്ല എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത മുശാവറ അംഗം പദവിയുടെ മാന്യത പുലർത്തണമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും തുറന്നടിച്ചു. മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഭാര്യയ്ക്കൊപ്പം വൈഫ് ഇൻചാർജുമാരും ഉണ്ട് എന്നായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന. അധിക്ഷേപ പരാമർശത്തിൽ നദ്വിയെ പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥ. ഇത്തരം പ്രസ്താവനകൾ സംസ്ഥയുടെ നയമല്ലെന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, MLA-മാരും പിന്നെ MP-മാരും മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായി, അതതിനെ പറ്റി പറയാനുള്ളത്. നദ്വിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും രംഗത്തെത്തി. പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണമെന്നും മുഷാവറ അംഗം വാക്കിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ലതില്ലേ, എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മുഷാവറ യോഗത്തിനെത്തിയ ബഹാവുദ്ദീൻ നദ്വി വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. 24 കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. പുതുതലമുറയുടെ ജൻസി പ്രക്ഷോഭത്തിലുലഞ്ഞ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു. രാജ്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് ഭരണ ചുമതല നൽകാൻ ധാരണയായെന്നാണ് വിവരം. ക്രമസമാധാന നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതു മുതൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. രാത്രി മുതൽ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സേനാവിന്യാസം ശക്തമാക്കി. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുമ്പോൾ താൽക്കാലിക ഭരണ സംവിധാനത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതോടെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലായി. ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നേപ്പാൾ മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹുവും ജയിൽ ചാടിയവരിൽ ഉൾപ്പെടുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. കാനഡയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മലയാളി ഹെൽപ്പ് എന്ന കൂട്ടായ്മ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ KW കാർണിവലിന് കേംബ്രിഡ്ജ് വേദിയായി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുത്തു.
കാനഡയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓണാഘോഷ പരിപാടിയാണ് ഈ കാർണിവൽ. കമ്പവലിയോടുകൂടി തുടങ്ങിയ കലാപരിപാടികളിൽ കുട്ടികളുടെ ഡാൻസ്, ഗെയിംസ്, സോളോ പെർഫോമൻസ്, സിനിമാറ്റിക് ഡാൻസ്, പാട്ടുകൾ എന്നിവയ്ക്ക് പുറമെ നയഗ്ര തരംഗത്തിന്റെ ശൃംഗാരി മേളവും ഉൾപ്പെടുത്തിയിരുന്നു. ഒടുവിൽ മാവേലിയുടെ വരവും പർപ്പിൾ ഡേ അവതരിപ്പിച്ച ഡിജെയും കാഴ്ചക്കാർക്കായി ഒരുക്കിയ തട്ടുകടയും മറുനാട്ടിലെ ഓണാഘോഷം വേറിട്ടതാക്കി. 5000-ൽ പരം മലയാളികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വിവിധ സിറ്റി മേയർമാർ, MP-മാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ അതിഥികളായെത്തി. പ്രസിഡന്റ് റിനിൽ മക്കോരം വീട്ടിൽ, ജനറൽ സെക്രട്ടറി സജിൽ PS, പ്രോഗ്രാം കോർഡിനേറ്റർ നിതിൻ ജോസ്, അഭിരാമി ശ്രീകുമാർ, ശരത്, അനു ആന്റണി എന്നിവരുടെ സംഘാടക മികവാണ് പരിപാടി വൻ വിജയമാക്കി മാറ്റിയത്. കേംബ്രിഡ്ജ് ഫുഡ് ബാങ്കുമായി സഹകരിച്ച് ഫുഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടന കാർണിവലിൽ ഒരുക്കിയിരുന്നു. USA. പോലീസിന് നാണക്കേടായ കസ്റ്റഡി മർദ്ദനങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖർ 24-നോട്. നിലവിലെ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. പോലീസ് സേന തിരുത്തി മുന്നോട്ട് പോകുമെന്നും റവാണ ചന്ദ്രശേഖർ പ്രതികരിച്ചു. ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പോലീസ് മർദ്ദനത്തെ സംസ്ഥാന പോലീസ് മേധാവി ന്യായീകരിക്കുന്നില്ല. കുന്നംകുളം പീച്ചി സംഭവങ്ങളിൽ കർശന നടപടിയുണ്ടാകും. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് വേണം നടപടിയെടുക്കാൻ. പരാതികൾ ഗൌരവമായി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DGP. ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. നിലവിലെ പ്രശ്നങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. അടുത്തയാഴ്ച യോഗം വിളിച്ച് ക്രമസമാധാന പാലനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിയമാവശ്യം നോക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നില്ല. അടുത്ത ആഴ്ചയിൽ തന്നെ പെട്ടെന്ന് ഒരു യോഗം ഉണ്ടാവും. നമുക്ക് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നും റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. 24 തിരുവനന്തപുരം. അമേരിക്കയിൽ കാരി കേരള സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച സോക്കർ ടൂർണമെന്റ് മെറിലൻഡ് സ്ട്രൈക്കേഴ്സിന് കിരീടം. നോർത്ത് കരോലിനയിൽ നടന്ന ടൂർണമെന്റിൽ CKSC വാരിയേഴ്സാണ് റണ്ണേഴ്സപ്പ്. നോർത്ത് കരോലിനയിൽ നടന്ന കാരി കേരള സോക്കർ ക്ലബിന്റെ ആദ്യ സംരംഭമായ കരോലിന സോക്കർ ടൂർണമെന്റിന് സമാപനം. അമേരിക്കയിലെ പ്രമുഖ ടീമുകളായ മല്ലൂമിനാറ്റി ന്യൂജേഴ്സി, ഷാർലറ്റ് മിന്നൽസ്, മേരിലാൻഡ് സ്ട്രൈക്കേഴ്സ്, CKS വാരിയേഴ്സ്, CKS ഗ്ലാഡിയേറ്റേഴ്സ് തുടങ്ങിയ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. പരിപാടികളുടെ ഭാഗമായി കൾച്ചറൽ പ്രോഗ്രാം, യൂത്ത് സോക്കർ ടൂർണമെന്റ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ആവേശകരമായ ഫൈനലിൽ CKSC വാരിയേഴ്സിനെ നേരിട്ട മേരിലാൻഡ് സ്ട്രൈക്കേഴ്സ് ആദ്യ കിരീടം സ്വന്തമാക്കി. വിജയികളായ മേരിലാൻഡ് സ്ട്രൈക്കേഴ്സ് $3000 ക്യാഷ് പ്രൈസും റണ്ണറപ്പായ CKSC വാരിയേഴ്സ് $1500 ക്യാഷ് പ്രൈസും കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച പ്രകടനങ്ങൾക്കുള്ള അവാർഡുകളായ ഗോൾഡൻ ഗ്ലവ് അവാർഡ് ഷിജോ തോമസും ഗോൾഡൻ ബൂട്ട് അവാർഡ് മേരിലാൻഡ് സ്ട്രൈക്കേഴ്സിന്റെ മൃദുലും സ്വന്തമാക്കി. ഫൈനൽ MVP അവാർഡ് മേരിലാൻഡ് സ്ട്രൈക്കേഴ്സിന്റെ ജോക്സൺ M നേടിയപ്പോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം മേരിലാൻഡ് സ്ട്രൈക്കേഴ്സിന്റെ തന്നെ ആസിഫ് PV കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും മുഖ്യാതിഥികളായ ബിജു പാറയിൽ, അബുക്കുട്ടൻ, പ്രസിഡന്റ് പ്രതീഷ് എന്നിവർ വിതരണം ചെയ്തു. USA. ബഹ്റൈനിൽ ഇനി 30 ദിവസം ഓണാഘോഷത്തിന്റെ നാളുകൾ. ഓണസദ്യയും ആഘോഷങ്ങളുമായി മെഗാമാർട്ട് അവതരിപ്പിക്കുന്ന BMC ശ്രാവണ മഹോത്സവം 2025 കൊടിയേറി. ചടങ്ങിൽ 1000 തൊഴിലാളികൾക്കുള്ള ഓണപ്പുടവ വിതരണ ഉദ്ഘാടനവും നടന്നു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന BMC ശ്രാവണ മഹോത്സവം 2025 കൊടിയേറ്റത്തോടെ ആരംഭം കുറിച്ചു. BMC അങ്കണത്തിൽ വൈകിട്ട് താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും മാവേലി മന്നന്റെയും അകമ്പടിയോടെയാണ് അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് മുഖ്യാതിഥി ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഹിസ് എക്സലൻസി അഹമ്മദ് അൽ ഹൈക്കി, വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത ബഹ്റൈൻ നോർത്ത് ഗവർണറേറ്റിലെ ഹെഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് ഹിസ് എക്സലൻസി ഇസാം അൽ ഖയാർ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ്, രതീഷ് അസോസിയേറ്റ്സ് MD രതീഷ് പുത്തൻപുരയിൽ, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്,
ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത്, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ബിപിൻ വർഗീസ്, ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊടി ഉയർത്തിയതോടെ BMCയുടെ 30 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുഖ്യാതിഥി അഹമ്മദ് അൽഹൈക്കി ഉദ്ഘാടന പ്രസംഗം നടത്തുകയും ഏവർക്കും ഓണാശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് ഫ്രാൻസിസ് കൈതാരത്ത് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഓണം ബഹ്റൈൻ മീഡിയ സിറ്റി 30 ദിവസമാണ് ആഘോഷിക്കുന്നതെന്നും ഓണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അതിഥികൾക്ക് വിവരിക്കുകയും ചെയ്തു. ഇസാം അൽ ഖയാത്ത്, അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, രതീഷ് പുത്തൻപുരയിൽ, മണിക്കുട്ടൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നും സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2025 ഓണാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിലെ വിവിധ തൊഴിലിടങ്ങളിലുള്ള 1000 തൊഴിലാളികൾക്കുള്ള ഓണപ്പുടവ വിതരണ ഉദ്ഘാടനം മുഖ്യാതിഥിയും മറ്റതിഥികളും തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. KS പ്രസാദിന്റെയും സുമേഷ് ചന്ദ്രന്റെയും നേതൃത്വത്തിൽ അരങ്ങേറിയ കോമഡി ഷോയും വേദിയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു. പൂജ ഡാൻസ്, വേദിയെ ചടുലമാക്കിയ സിനിമാറ്റിക് സോങ്സ്, ടീം ഗിസാനിയുടെ ക്ലാസിക്കൽ ഫ്യൂഷൻ, കേരള തനിമയാർന്ന നിരവധി കലാപരിപാടികൾ എന്നിവ ശ്രാവണ മഹോത്സവം 2025 ഉദ്ഘാടന ചടങ്ങിന് മിഴിവേകി. പരിപാടിയിൽ ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും BMC കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ചടങ്ങിന് ശ്രാവണ മഹോത്സവം 2025 ജനറൽ കൺവീനർ ബിപിൻ വർഗീസ് നന്ദി രേഖപ്പെടുത്തി. ശ്രാവണ മഹോത്സവം 2025നോടനുബന്ധിച്ച് മുൻവർഷങ്ങളിലെ പോലെ ഒക്ടോബർ 17 വെള്ളിയാഴ്ച 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. ബഹ്റൈനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന 30 ദിവസത്തെ ശ്രാവണ മഹോത്സവം 2025 നിരവധി ഓണ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. 24 ബഹ്റൈൻ. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തിരുവനന്തപുരം പുളിയറക്കോണത്ത് വീടിന് നേരെ ആക്രമണം. വീട്ടുപകരണങ്ങളും വീടിന്റെ ജനലും അടിച്ചു തകർത്തു. അയൽവാസിയായ രാജീവാണ് ആക്രമണം നടത്തിയത്. വീട്ടുടമസ്ഥനായ അമൽ തുറിച്ചു നോക്കിയതാണ് പ്രകോപനത്തിന് കാരണം എന്നതാണ് സൂചന. സാറേ, എന്റെ വണ്ടി അടിച്ചിട്ട് എന്റെ വീട് അടിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ വേറെ പയ്യന്മാരെ പിടിച്ചോണ്ട് പോവില്ല. സാറേ, ഇതെന്റെ ആവശ്യമില്ലേ? വീട് അടിച്ചു പഠിച്ചിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണോ? ഒരു 10 മണിക്കുമില്ല സാറേ, ഇത് എനിക്കറിയാം എങ്ങനെ തീർക്കണോ. ഒരു 10 മണിക്കില്ല, വീട് അടിച്ചു പഠിച്ചിട്ട്. പ്രതിപക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പിനിടയിലും രാജ്യമൊട്ടാകെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ നീക്കം തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബറോടെ നടപടികൾ തുടങ്ങാനാണ് ആലോചന. ഡൽഹിയിൽ ചേർന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ബീഹാർ വോട്ടർ പട്ടിക വിവാദവും വോട്ട് കൊള്ള ആരോപണവും തള്ളിയാണ് രാജ്യവ്യാപക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ബീഹാർ മാതൃകയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകയറി വോട്ടർമാരെ നേരിട്ട് കണ്ടാകും പരിശോധന നടത്തുക. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഒരുക്കങ്ങൾ വിലയിരുത്തിയ കമ്മീഷൻ ഈ മാസത്തോടെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രീതികളും തയ്യാറെടുപ്പുകളും യോഗത്തിൽ അന്തിമമാക്കി. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ഒക്ടോബറിൽ തുടങ്ങാനാണ് ആലോചന. അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനും സമയം നൽകും. 2026 ജനുവരിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. ബീഹാർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർമാർ ഒപ്പിട്ട എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാവുന്ന രേഖകളെക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ നിന്നും കമ്മീഷൻ അഭിപ്രായം തേടി. ബീഹാറിലെ പരിഷ്കരണ പ്രക്രിയയിൽ ആധാർ സാധുവായ രേഖയായി സ്വീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇരട്ട വോട്ടുകൾ, പൗരന്മാരല്ലാത്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, ഒപ്പം വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുക എന്നിവയാണ് പ്രക്രിയയുടെ ലക്ഷ്യം. വോട്ടവകാശമുള്ള പൗരന്മാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ BJPയുമായി ചേർന്ന് നടത്തുന്ന നീക്കമാണ് കമ്മീഷന്റേതെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 24 ഡൽഹി. അമേരിക്കയിലെ പ്രമുഖ കലാസംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഡാലസ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഡാളസ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച വർണ്ണഗംഭീര ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
നൂറുകണക്കിന് മലയാളികൾ സജീവമായി പങ്കെടുത്ത ആഘോഷ ചടങ്ങ് വർണ്ണാഭമായ പരിപാടികളോടെ മാവേലി തമ്പുരാനെ വരവേറ്റുകൊണ്ട് ചെണ്ടവാദ്യ അകമ്പടിയോടെ കരോൾട്ടൺ സിറ്റി മേയർ സ്റ്റീവ് ബാബിക് നിലവിളക്ക് പ്രകാശിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. DMA പ്രസിഡന്റ് ജൂഡി ജോസ് സ്വാഗതം ആശംസിച്ചു. ഇൻഡോ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ സ്ഥാപക നേതാവും ജീവകാരുണ്യ പ്രവർത്തകയുമായ ശ്രീമതി ഏലിക്കുട്ടി ഫ്രാൻസിസിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഫലകം നൽകി ആദരിച്ചു. ഈ ഓണാഘോഷം വിവിധ കലാപരിപാടികളായ മോഹിനിയാട്ടം, തിരുവാതിര, ചെണ്ടമേളം എന്നിവ കൊണ്ട് അരങ്ങിനെ രസിപ്പിക്കുവാനിടയായി. സൗമനസ്യപൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം ഉണ്ടായി. ഇതൊരു വൻ വിജയം തന്നെയാണ്. കലാപരമായിട്ടും അല്ലാതെയും ഒരു വൻ വിജയം തന്നെയാണ്. അതിൻ്റെ എല്ലാ ഒരു വൈബ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ വന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. ഡാളസ് മലയാളി അസോസിയേഷൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ബിനോയ് സെബാസ്റ്റ്യൻ, ഫോമർ സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു തോമസ്, ജോജോ കോട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിഗംഭീരമായ ഓണസദ്യയും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഡാളസിൽ നിന്നും ബിജി ജോർജ്, 24 USA. ഗിന്നസ് റെക്കോർഡ് നേടിയ ഖുറാൻ കാലിഗ്രഫി പാലക്കാട് സ്വദേശി ചതിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും മറിച്ചുവിറ്റുവെന്നുമുള്ള ആരോപണവുമായി ദുബായിലെ കലാകാരൻ ആർട്ടിസ്റ്റ് മുഹമ്മദ് ദിലീഫാണ് ആലത്തൂർ സ്വദേശി ജംഷീർ വടഗിരിയാലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ദുബായിലെ സർക്കാർ തലത്തിലുള്ളവർക്ക് കൈമാറാമെന്ന് പറഞ്ഞാണ് ജംഷീർ ഖുറാൻ വാങ്ങിയത്. ഇത് പിന്നീട് മറ്റൊരാൾക്ക് വിറ്റതായി അറിയാൻ കഴിഞ്ഞെന്നും മുഹമ്മദ് ദിലീഫ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ദുബായിലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് ദിലീഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.